യുവർ ഓണർ 8 മാസത്തെ ജീവനാംശം കൊടുക്കാനുണ്ട്. ആൻഡ് സോ ദ വാറണ്ട് മേ ബി ഇഷ്യൂ. പേയിങ് ദ എൻറ്റയർ അരിയേഴ്സ് ടുഡേ ഇറ്റ്സെൽഫ്. കൊടുക്കാനുള്ള മൊത്തം തുക 24,000 രൂപ ഇന്ന് തന്നെ കൊടുക്കാം. കാശ് ഇപ്പോൾ കൊടുക്കുന്നുണ്ടോ? ഉണ്ട് സാർ, കൊണ്ടുവന്നിട്ടുണ്ട്, കൊടുക്കാം. എന്നാൽ പിന്നെ കൊടുത്തോളൂ. ഓ, ഇതെന്ത് ചാക്കിനകത്ത്? പൈസയാ സാറേ, 324,000 രൂപ. എണ്ണ തിട്ടപ്പെട്ട രസീതാണ്. ചില്ലറയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതെ സാർ. യുവർ ഓണർ, ഇത് ആരെണ്ണനാണ് 24,000 രൂപയുടെ ചില്ലറ? സാറേ, ഞാൻ എണ്ണിയതാ. ഇവള് ജീവിതത്തിൽ എന്നോട് എണ്ണി കണക്ക് പറഞ്ഞവളാ. എണ്ണി എടുത്തോട്ടെ, അഥവാ കൊറോണ അത് കൊടുക്കാൻ ഞാൻ തയ്യാറാ. കാലപാട് മനഃപൂർവ്വം സാറേ. എനിക്ക് വലിവിന്റെ അസുഖമുള്ളതാ. എനിക്ക് പാറ ചൂക്കാൻ പറ്റത്തില്ല. സാറ് കണ്ടതല്ലയോ ഇത് ഞാൻ തന്നെ തൂക്കിയെടുത്തോണ്ട് വരുന്നതിന്റെ പാട്. എനിക്ക് ജീവനാംശം നോട്ടായിട്ട് വേണം സാറേ. സാറേ, ഇത് ഞാനോ എന്റെ അച്ഛൻ്റെ വീട്ടിൽ ഇരുന്ന് അച്ചടിച്ചുണ്ടാക്കിയല്ലേ പൈസ? സർക്കാർ ഉണ്ടാക്കിയതാ സാറേ. 8 മാസമായി സാറേ എനിക്ക് ജീവനാംശം കിട്ടിയിട്ട്. ഞാൻ എത്ര പ്രാവശ്യം ഈ കോടതിയുടെ വരാതെ കയറി ഇറങ്ങിയാണെന്ന്. സാറേ, 8 മാസമായിട്ട് ജീവനാംശം കൊടുത്തിട്ടില്ല എന്നുള്ളത് സത്യമാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ 8 മാസമായി ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കട്ടെ സാറേ? വേണ്ട സാറേ. ഞാനും മക്കളെ ജീവിച്ചിരിപ്പുണ്ടോ തിരക്കിയൊന്ന് ചോദിക്കും സാറേ. തൊഴിലുറപ്പിന് പോയിട്ടാ ഞാൻ എന്റെ പിള്ളേർക്ക് ആഹാരം കൊടുക്കുന്നത്. ഈ മക്കളെന്ന് പറഞ്ഞേ, ഈ മക്കൾ വാഴ കൊലച്ചുണ്ടായതല്ലല്ലോ, എന്റെ മക്കളല്ലേ. ഏയ്, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. നിങ്ങൾ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ എല്ലാ കോടതിയിലല്ലേ. കോടതിക്ക് അതിൻ്റെതായ മാന്യതയും സഭ്യതയും ഉണ്ട്. മനസ്സിലായോ? യുവർ ഓണർ, എൻ്റെ കക്ഷി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. ഐ എം നോട്ട് റെഡി ഫോർ ഇറ്റ്. ജീവനാംശം കൊടുക്കണമെന്ന് വിധിക്കാമെന്നല്ലാതെ അത് നോട്ടായിട്ട് തന്നെ കൊടുക്കണമെന്ന് വിധിക്കാനുള്ള വകുപ്പില്ല. നാണയം നിരോധിച്ചിട്ടൊന്നുമില്ലല്ലോ. കൂടെ പുറത്ത കാലത്തന്നെ നടുവഴിച്ചോടിച്ചതാ സാറേ. കുത്തിയിരുന്ന് ചില്ലറ ഒക്കത്തില്ല. ഇത് ഞാനത് അറിയാം മനഃപൂർവ്വം സാറേ. എനിക്കിത് എണ്ണാൻ ഒക്കത്തില്ല സാറേ, ഒക്കത്തില്ല. എണ്ണാനൊക്കത്തില്ലെങ്കിൽ ഇത് എണ്ണാതൊക്കത്തുമില്ല സാറേ. ഇത് എണ്ണി തിട്ടപ്പെടുത്തി രസീത് തരാൻ ഞാൻ പോകത്തില്ല. ഇവയ്ക്കിത് എണ്ണാനൊക്കത്തില്ലെങ്കിൽ എനിക്കിത് എണ്ണാതൊക്കത്തുമില്ല. താൻ ആ ചില്ലറൊന്ന് എണ്ണി തിട്ടപ്പെടുത്തി കൊടുക്ക്. എന്താണോ ഇത്? കുടുക്ക പൊട്ടിച്ചോ? ഒന്നും പറയണ്ട സാറേ, ചെറിയൊരു പണി കിട്ടിയതാ. തെറ്റാതെ എണ്ണിക്കോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാറേ. 1ൻ്റെ എല്ലാം ഒരുമിച്ച്, 2ൻ്റെ എല്ലാം ഒരുമിച്ചും, 5ൻ്റെയും 10ൻ്റെയും കൂടെ വേറെ വേറെ വെച്ചാൽ എളുപ്പമില്ലേ സാറേ? 5ൻ്റെയും 10ൻ്റെയും ഒറ്റ പറഞ്ഞല്ലോ സാറേ, കൂടുതൽ 1 രൂപ തൊട്ടാ. 61 വയസ്സുള്ള ഒരാളെ വശീകരിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി സ്വയം പ്രദർശിപ്പിച്ച ലൈംഗിക ചേഷ്ടകൾ കാണിക്കുന്നത് സാക്ഷികളായ പോലീസ് ഉദ്യോഗസ്ഥരാൽ കാണപ്പെട്ട IT ആക്ടിലെ 8ാം വകുപ്പ് പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു. കുറ്റം ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇറങ്ങിക്കോളൂ, ഒപ്പിട്ടിട്ട് പോണം. അടുത്ത കേസ് വിളിക്കൂ. CC 257/2020 പ്രതി അപൂർണാനന്ദൻ. സാക്ഷികൾ CW 124, ദാമോദരൻ പോറ്റി, കലാദേവി, ബാബുക്കുട്ടൻ, ജഗ്ജീവൻ. All witness present. Are you ready? Yes. ആദ്യത്തെ സാക്ഷി വിളിക്കൂ. CW1 ദാമോദരൻ പോറ്റി. ബാക്കി എല്ലാവരും പുറത്തിറങ്ങി നിൽക്കൂ. ഈശ്വരൻ സാക്ഷിയായി കോടതി മുമ്പാകെ സത്യം മാത്രം ബോധിപ്പിച്ചുകൊള്ളാം. ഈശ്വരൻ സാക്ഷിയായി കോടതി മുൻപാകെ സത്യം മാത്രം ബോധിപ്പിച്ചോളാം. നിങ്ങളുടെ വക്കീൽ എവിടെ? ബഹുമാനപ്പെട്ട കോടതി, വക്കീലില്ല, സ്വന്തമായിട്ട് വാദിച്ചോളാം. ശരി. ചീഫ്, എന്താണ് ജോലി? ഞാൻ മേൽക്കാവ് ഹനുമാക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. സംഭവം എല്ലാം അറിയാമല്ലോ അല്ലേ? അറിയാം. എന്താണെന്ന് വിശദമായി പറഞ്ഞോളൂ. ഞാൻ മേൽക്കാവ് ഹനുമാക്ഷേത്രത്തിന് സമീപമാണ് താമസം. 2/1/2020 പുലർച്ചെ പതിവ് പോലെ ഞാൻ ക്ഷേത്രത്തിലെത്തിയപ്പോൾ ക്ഷേത്രത്തിന്റെ വളപ്പിനകത്ത്
നിർത്തി പറയൂ. കോടതിക്ക് എഴുതിയെടുക്കാനുള്ളതാണ്. ആ ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ക്ഷേത്രത്തിന് മുന്നിൽ കുറേ ആളുകൾ കൂടിയിരിക്കുന്ന കണ്ടു. എന്താണെന്ന് നോക്കിയപ്പോൾ സന്യാസിയുടെ വേഷത്തിൽ ഒരാൾ ആൽത്തറയിലിരിക്കുന്നു. ക്ഷേത്രനട തുറക്കാൻ സമയമായതുകൊണ്ട് ഒന്ന് നോക്കിയ ശേഷം ഞാൻ ക്ഷേത്രത്തിലേക്ക് പോയി. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ തുറന്നപ്പോ എന്റെ ഭഗവാനെ, ഭഗവാൻ അവിടെ കാണാനില്ലായിരുന്നു. എന്റെ ആഞ്ജനേയ, ഭഗവാൻ അവിടെ കാണാനില്ല. ഓടി വരൂ, ഓടി പൊളിഞ്ഞ് കിടക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ആൽത്തറയിലിരുന്ന സ്വാമിയുടെ സഞ്ചിയിൽ നിന്ന് വിഗ്രഹം കണ്ടെത്തി. എന്നിട്ട് എന്റെ മൊഴിയെടുത്ത് മഹസ്രു തയ്യാറാക്കി കള്ളനെ അറസ്റ്റ് ചെയ്ത് പോലീസ് അങ്ങ് കൊണ്ടുപോയി. പ്രതിയെ നിങ്ങൾ കണ്ടാൽ തിരിച്ചറിയൂ? അറിയും. ഇവിടെ ഈ കൂട്ടത്തിലെങ്ങാനും ഉണ്ടോ? ആ നിൽക്കുന്ന ആളാണ്. അന്ന് പോലീസ് കണ്ടെടുത്ത വിഗ്രഹം കച്ചിട്ട് പ്രകാരം നിങ്ങൾ തിരിച്ചു വാങ്ങിച്ചായിരുന്നു? വാങ്ങിച്ചായിരുന്നു. നിത്യപൂജയുള്ളതാണ്. ആ ഫോട്ടോ തരും. വിഗ്രഹം കണ്ടാൽ തിരിച്ചറിയുമോ? വിഗ്രഹത്തിന്റെ ഫോട്ടോയാണിത്. ഏത് ഉറക്കത്തിൽ കണ്ടാലും ഞാൻ തിരിച്ചറിയും. എന്റെ അഞ്ജനേയ ഭഗവാനെ. ഫോട്ടോഗ്രാഫ് മേ ബി മാർക്ക്ഡ് ആസ് P1. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ക്രോസ്, നിങ്ങൾക്ക് ഈ സാക്ഷിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. തിരുമേനി പൂജ ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? സമാവർത്തനം കഴിഞ്ഞ സമയം തന്നെ പൂജ ചെയ്ത് തുടങ്ങിയായിരുന്നു. അപ്പോൾ തന്ത്രമന്ത്രാദികൾ നല്ല നിശ്ചയായിരിക്കും. അല്ലെങ്കിൽ ഇത്രയും കീർത്തി കേട്ട ശക്തിമുഖ ഹനുമാനെ പൂജിക്കാൻ അവസരം ലഭിക്കില്ലല്ലോ. ശക്തിമുഖ ഹനുമാന്റെ ധ്യാന ശ്ലോകം ഏതാണ്? പരസ്യമായി ഒരു വേദിയിൽ മന്ത്രം ഒരാളുടെ ശങ്ക മാറ്റാനായി ചൊല്ലുക പതിവില്ല. മൂലമന്ത്രം ചൊല്ലാനല്ലേ തടസ്സമുള്ളൂ. ധ്യാനമന്ത്രം ആർക്കും ചൊല്ലാമല്ലോ. അഞ്ജനാ ചന്ദനം വീരം ജാനകി ശോകനാശനെ കബീഷം അക്ഷഹന്താരം വന്ദേ ലങ്ക. ഭയങ്കരം. അഞ്ജന ചന്ദനം വീരം എന്നാണോ അഞ്ജന നന്ദനം വീരം എന്നാണോ? അഞ്ജനാദേവിയുടെ നന്ദനനായ മകനായ വീര ഹനുമാൻ, അങ്ങനെയല്ലേ തിരുമേനി? അങ്ങനെയും ചൊല്ലി കേട്ടിട്ടുണ്ട്. ആഞ്ജനേയ അതിപാടലാനനം കാഞ്ചനാദ്രി കമനീയ വിഗ്രഹം അല്ലേ? ഇതെന്താ അന്താക്ഷരി കളിക്കുകയാണോ അതോ അക്ഷരശ്ലോക മത്സരം? കാവ്യ കേളി. അവിടുന്ന് തങ്ങുന്നത് എവിടെയാണ്? ക്ഷേത്രമക മഠത്തിൽ. ഒറ്റയ്ക്കാവും? കുടുംബം കൂടിയുണ്ട്. ഈ കുടുംബം എന്ന് പറയുമ്പോൾ അകത്തുള്ള ആളും മക്കളും, ഭാര്യയും മക്കളും. ദേവൻ ചൈതന്യക്ഷയ നിമിത്തം ക്ഷേത്രം വിട്ടു പോയിരിക്കുന്നുവെന്ന് ഇതിനോടകം തെളിഞ്ഞിരിക്കുന്നു. സാറേ എത്രയായി കാണും? 11:30 കാണും. ഒന്നും മിണ്ടായിരിക്കും, രണ്ടോ എണ്ണം തെറ്റിക്കാതെ. സോറി സാറേ. അടുത്ത സാക്ഷി വിളിക്കൂ. CW2 കലാദേവി. ദൈവം സാക്ഷിയായി കോടതി മുമ്പാകെ സത്യം മാത്രം ബോധിപ്പിച്ചുകൊള്ളാം. ആഞ്ജനേയ ഭഗവാനാണ്, പഴനി ആണ്ടവനാണ്. ഞാൻ ഏറ്റുപറയുന്നു, കോടതി മുൻപാകെ ഞാൻ സത്യം മാത്രമേ പറയൂ. പറഞ്ഞതുപോലെ പറയൂ. എനിക്ക് വിശ്വാസമുള്ള ദൈവത്തിൻ്റെ പേരിലല്ലേ ഞാൻ സത്യം ഇടേണ്ടത്. ഞാനെന്നും എൻ്റെ ധനമെന്നും എനിക്കനേകം സ്ഥാനങ്ങളുണ്ടൊഴികയില്ലേ. അതാരിതൊന്നും പ്രാർത്ഥന കഴിഞ്ഞോ? കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ കേസിനെ ആസ്പദമാക്കിയിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് അറിയാമോ? അറിയാവോന്നോ? അറിയാത്ത കാര്യം പറയാൻ ഞാനിതിന് വരണോ സാറേ? എന്നാ പറഞ്ഞോളൂ. അതല്ലേ പറയാൻ പോകുന്നത്. ഞാൻ എന്നും രാവിലെ 4 മണിന്നൊരു സമയമുണ്ടെങ്കിൽ ആ നേരത്തെ എഴുന്നേറ്റ് കൊട്ടൻ ചുക്കാതെയും കൈതോന്നിയും കറ്റാർവാഴയും നീലാംബരിയും ഒക്കെ സമാസമം ചേർത്തിട്ട് കാച്ചിയ എണ്ണ തലേ വെച്ച് 1/2 മണിക്കൂർ ഇരിക്കും. എന്നിട്ട് തലേ ദിവസം പിടിച്ചു വെച്ച വെള്ളത്തിൽ കുളിച്ച് ഈറം മാറും. ഇത്രയും തേച്ചിട്ടും മുടിയില്ലേ എന്നായിരിക്കും. അയ്യോ, ഇത് നോക്കണ്ട. ഇതേ എൻ്റെ കൊച്ചു പോലെ ചോറോടിന് പളരി കൊണ്ടുപോയപ്പോൾ മുട്ടയടിച്ചതാണ്. മനസ്സിലായി? 3 മാസമേ ആയുള്ളൂ. വളർന്നിറങ്ങിയത് കണ്ടോ? സാർ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിരുന്നെങ്കിൽ ഈ മുടി ഇങ്ങനെ പോകത്തില്ലായിരുന്നു. കഷ്ടമായി. എണ്ണ തേച്ച കാര്യമൊന്നും വേണ്ട, സംഭവത്തിലേക്ക് വരൂ. പ്രസ്തുത ദിവസം എന്താണ് ഉണ്ടായത്?
അത് തന്നെയാ പറയാൻ പോകുന്നത്. സാറേ, 2/1/2020 പതിവ് പോലെ ഞാൻ എൻ്റെ ജോലിയൊക്കെ തീർത്ത ശേഷം ആടിനെ കറന്നെൻ്റെ ഭർത്താവിന് ചായയും കൊടുത്തേച്ച് ലളിതാ സഹസ്രനാമവും ചൊല്ലി കോഴിയെയൊക്കെ തുറന്ന് വിട്ട് കഴിഞ്ഞപ്പോൾ സമയം 5. PP, ഞാൻ നിസ്സഹായനാണ്. ഐ ആം ഹെൽപ്ലെസ്. ബാക്കി പറയട്ടോ? ആ പറ. സംഭവം മാത്രം ചുരുക്കി പറഞ്ഞാൽ മതി. അതിലേക്കാണ് വരുന്നത്. അന്ന് രാവിലെയും ഞാൻ പതിവ് പോലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എല്ലാ ദിവസത്തെയും പോലെ അമ്പലത്തിലോട്ട് പോയി. അമ്പലത്തിലെ തിടപ്പള്ളിയിൽ നിന്ന് എണ്ണയും തിരിയൊക്കെ എടുത്ത് തിരുവേരി തിരിയും കത്തിച്ച് അമ്പലത്തിനകത്തോട്ട് കയറി. ഓ, പിന്നെ കേട്ടതൊരൊറ്റ വിളിയായിരുന്നു, എൻ്റെ ഭഗവാനേ എന്ന്. ഭഗവാന്റെ പഞ്ചലോഹ വിഗ്രഹം കാണാനില്ലെന്ന് തിരുമേനി. ഒടുക്കം പുറത്തിരുന്ന സ്വാമിയാരുടെ സജ്ജിക്കകത്ത് ഇത് വിഗ്രഹം കണ്ടെടുത്തു. ഓ, അപ്പോഴും കള്ളത്താടി രുദ്രാക്ഷവും ഒക്കെ ആയിട്ട് ഒരു കുലുക്കവും ഇല്ലാതെ ഇരിക്കും ആ കള്ളസ്വാമി. നിങ്ങൾ ഈ പറയുന്ന സ്വാമി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? സ്വാമിയല്ല, ആ സ്വാമി. വേണ്ട, ആ നിൽക്കുന്നത് തന്നെ. ഏത് പാതിരായ്ക്ക് കണ്ടാലും ശരി, ഞാൻ ആ മുഖം മറക്കത്തില്ല. ഒറ്റ തവണ ഒരാളെ കണ്ടാൽ ഞാൻ പിന്നെ മറക്കുന്ന പ്രശ്നമില്ല. അതിപ്പോൾ കള്ളനായാലും ശരി, ഏത് കൊള്ളരുതാത്തവനായാലും ശരി, സാറായാലും ജഡ്ജി സാറായാലും ശരി, മറക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാനങ്ങനെ. എനിത്തിങ് എൽസ്? നത്തിങ്. ക്രോസ്. താങ്കളിപ്പോൾ കള്ളസ്വാമി എന്ന് പറഞ്ഞല്ലോ. നല്ല സ്വാമിയെയും കള്ളസ്വാമിയെയും എങ്ങനെ തിരിച്ചറിയും? വിഗ്രഹം മോട്ടിക്കുന്നവനെ പിന്നെ കള്ളസ്വാമി എന്നല്ല നല്ല സ്വാമി എന്ന് വിളിക്കാൻ പറ്റുമോ സാറേ? ഞാൻ വിഗ്രഹം മോഷ്ടിക്കുന്നത് താങ്കൾ കണ്ടോ? വിഗ്രഹം മോഷ്ടിച്ചത് കണ്ടില്ല, പക്ഷേ മോഷണം ചെയ്ത വിഗ്രഹവുമായിട്ട് കണ്ടു. നാട്ടുകാർ പിടിച്ചതും പറഞ്ഞതും ഒക്കെ പിന്നെ വെറുതെയാണോ? നിങ്ങൾ ഭക്തജന കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നല്ലോ 2018-ലും 19-ലും. ഇപ്പോഴും ഞാൻ തന്നെയാണ് പ്രസിഡന്റ്. 2018-ൽ ഭക്തജന കമ്മിറ്റി പ്രസിഡന്റായിരിക്കെ ക്ഷേത്രത്തിലെ ആട്ടവിശേഷമായ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് പൂജാദ്രവ്യങ്ങൾ വാങ്ങിച്ചതിൽ അഴിമതി നടത്തിയതിൽ പിടിക്കപ്പെട്ടില്ലേ? എന്നാര് പറഞ്ഞു? അതനുബന്ധിച്ച് നാട്ടുകാർ പോസ്റ്റർ വരെ ഒട്ടിച്ചു. ചേടാ, അങ്ങനെ ഏതെങ്കിലും കുറച്ച് നാട്ടുകാർ എന്തെങ്കിലും പറഞ്ഞെന്നോ പോസ്റ്റർ ഒട്ടിച്ചെന്നോ ഒക്കെ പറഞ്ഞ സത്യമാകുമോ? അപ്പോൾ നാട്ടുകാർ പറയുന്ന എല്ലാം സത്യമാണെന്ന് അഭിപ്രായമില്ല. നിന്നെ നാട്ടുകാർ വിഗ്രഹമായിട്ട് പിടിച്ചു എന്നുള്ളത് സത്യം. എൻ്റെ കാര്യം അങ്ങനെയല്ല. അമ്പഴ കള്ള, നിന്റെ വേലയൊക്കെ മനസ്സിരിക്കട്ടെ. ബഹുമാനപ്പെട്ട കോടതി എന്നെ കള്ളൻ എന്ന് വിളിക്കുന്നു. നടപടി എടുക്കണം. പിന്നെ വേറെ എന്തോ നാ വിളിക്കേണ്ടത്? പുണ്യാത്മാവെന്ന് വിളിക്കാം. സത്യം.